നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അയർലൻഡ് ഇംഗ്ലണ്ട് സീരീസുകൾ കാത്തിരിക്കുകയാണല്ലോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ. ഇപ്പോഴിതാ സ്ക്വാഡിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയുമുള്ള T20I സ്ക്വാഡിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം സൂര്യാൻ ഷെഡ്ഗയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒഫീഷ്യലി ഇക്കാര്യം ഇപ്പോൾ BCCI അറിയിക്കുന്നു. അതിലവർ പറയുന്നത് ദി മെൻ സെലക്ഷൻ കമ്മിറ്റി ഹാസ് നെയ്മഡ് സൂര്യാൻ ഷെഡ്ഗെ ആസ് റീപ്ലേസ്മെൻറ്റ് ഫോർ നിതീഷ് കുമാർ റെഡ്ഡി ഇൻ ഇന്ത്യ സ്ക്വാഡ് ഫോർ ദി അപ്കമിംഗ് T20I സീരീസ് അഗെയിൻസ്റ്റ് അയർലൻഡ് ആൻഡ് ഇംഗ്ലണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് അഫ്ഗാനെതിരെയുള്ള തേർഡ് ODI മത്സരത്തിനിടക്ക് ക്വാഡ്രിസെപ്സ് ഡിസ്കംഫർട്ട് അനുഭവപ്പെട്ടു. അതിനുശേഷം മെഡിക്കൽ അസസ്മെൻറ്റും മറ്റുമൊക്കെ നടത്തിയതിന് ശേഷമാണ് കുറച്ച് സമയം റീഹാബിലിറ്റേഷന് വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഈ 2 T20I സീരീസുകളിൽ നിന്നും റൂൾഡ് ഔട്ട് ആക്കിയിരിക്കുന്നത്. സൂര്യാൻ ഷെഡ്ഗെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസാണ് റീസെൻ്റ്ലി നടത്തിയിട്ടുള്ളത്. ഇന്ത്യ എക്ക് വേണ്ടിയിട്ട് ട്രൈ സീരീസിൽ ശ്രീലങ്കയിൽ പോയിട്ട് നടത്തിയിട്ടുള്ള ട്രൈ സീരീസിൽ മികച്ച പ്രകടനം നടത്തി. മിഡിൽ ഓർഡറിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ട് 147 റൺസാണ് 5 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 23 ഓവറുകൾ അക്രോസ് ദി ടൂർണമെൻറ്റ് അദ്ദേഹം ബൗൾ ചെയ്യുകയും ചെയ്തു. സോ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്ത്യയുടെ മത്സരങ്ങൾ ആദ്യം അയർലൻഡിനെതിരെ ബെൽഫാസ്റ്റിലെ ജൂൺ 26, ജൂൺ 28 തീയതികളിലൊക്കെ ആയിട്ട് നമുക്ക് മത്സരങ്ങളുണ്ട്. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ 5 T20I മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾ ആദ്യ മത്സരം ജൂലൈ 1, പിന്നെ ജൂലൈ 4, ജൂലൈ 7, ജൂലൈ 9, പിന്നെ ജൂലൈ 10 ഇങ്ങനെയാണ് ഇന്ത്യയുടെ മത്സരങ്ങളുള്ളത്. ഇപ്പോൾ ഈ അപ്ഡേറ്റഡ് സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ്. സ്ക്വാഡിലുള്ളത് ശ്രേയസ് അയ്യർ, അദ്ദേഹമാണല്ലോ ക്യാപ്റ്റൻ. ദെൻ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശിവൻ ദ്യൂബെ, തിലക് വർമ്മ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയി, ഹർഷിത് റാണ, ഹർഷ്ദീപ് സിംഗ്, പ്രിൻസ് യാദവ്, വൈഭവ് സൂര്യവംശി, സൂര്യാൻ ഷെഡ്ഗെ, പ്രസിദ്ധ് കൃഷ്ണ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.